വാർത്തകൾ വിശദമായി വരുന്നു. കലിമഴ. കനത്ത മഴയും ചുഴലിക്കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനിടെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. 36 മണിക്കൂറിനിടെ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് ഒമാൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചതായി അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ അറിയിച്ചു. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപത്തായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് കാരണമാവുക. 36 മണിക്കൂറിൽ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയേക്കും. ഒമാൻ തീരത്തേക്ക് ചുഴലിക്കാറ്റ് നീങ്ങാനിടയുണ്ടെങ്കിലും കേരളത്തിലും പ്രകമ്പനമുണ്ടായേക്കും. ഇടുക്കിക്ക് പുറമെ 4 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ 2 ദിവസവും, പാലക്കാട് 3 ദിവസവും, വയനാട് 2 ദിവസവും ഓറഞ്ച് അലർട്ട് തുടരും. മലപ്പുറത്തും ഇടുക്കിയിലും നാളെ ഓറഞ്ച് അലർട്ടിന് ശേഷം ഞായറാഴ്ച റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേന്ദ്ര ദുരന്ത നിവാരണ സേനകളെ 5 ജില്ലകളിലായി വിന്യസിച്ചു. സൈക്ലോൺ നേരെ ഇങ്ങോട്ട് വീശിയില്ലെങ്കിലും അതുവഴി പോയാൽ പോലും കേരളത്തിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അതിൻ്റെ പ്രഭാവത്തിൽ നമുക്ക് ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ പ്രവർത്തനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയാണ് നമ്മളിപ്പോൾ പുലർത്തുന്നത്. അതീവ ജാഗ്രതയായിട്ടിരിക്കുകയാണ്. പിന്നെ എയർഫോഴ്സ് അവർക്കെല്ലാം ഹെഡ്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് അവർ തയ്യാറായിട്ടിരിക്കണമെന്നുള്ള സന്ദേശം അവർക്കും കൊടുത്തിട്ടുണ്ട്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കണ്ണപ്പൻകുണ്ട് വനപ്രദേശത്ത് ഉരുൾപൊട്ടൽ. കണ്ണപ്പൻകുണ്ടിൽ കനത്ത മലവെള്ളപ്പാച്ചിൽ. വറ്റിവരണ്ട കണ്ണപ്പൻകുണ്ട് പുഴയിൽ വെള്ളം നിറഞ്ഞു. വിവരങ്ങളുമായി അശ്വിൻ ചേരുന്നു. അശ്വിൻ, ഉരുൾപൊട്ടലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? രേണുക, ഉരുൾപൊട്ടലാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി അത്ര അപകടകരമായ തോതിലല്ല മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 വരണ്ടു കിടക്കുകയായിരുന്ന കണ്ണപ്പൻകുണ്ട് പുഴയിലൂടെ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് വലിയ അപകടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയാൻ കഴിയും. കണ്ണപ്പൻകുണ്ടിൽ മഴയില്ല. പക്ഷേ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം വനമേഖല കണ്ണപ്പൻകുണ്ടിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെയായിരുന്നു നേരത്തെയും ഉരുൾപൊട്ടലുണ്ടായത്. മട്ടിക്കുന്നിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് നേരത്തെ ഇവിടെ വീടുകൾ തകർന്നതും അതേപോലെ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ വെള്ളത്തിന്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അത്ര ശക്തി ഇപ്പോൾ ഇല്ല. പേടിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതീവ ജാഗ്രതയാണ് പ്രദേശത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഈ മേഖലയിൽ മഴ പെയ്യുന്നതും ഇതേപോലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും വരുന്നു. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇനി ഇതേപോലെ മലവെള്ളപ്പാച്ചിൽ ശക്തമാവുകയാണെങ്കിൽ ഇവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവും. കൂടെ ഉരുൾപൊട്ടൽ വനമേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇനി വ്യക്തമാവേണ്ടതുണ്ട്. അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി അണക്കെട്ട് ഇന്ന് തുറക്കില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിച്ചതിന് ശേഷമാവും തീരുമാനം. KECB അധികൃതർ വൈകിട്ട് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. അനീഷ് ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ഉടൻ ഡാം തുറന്നു വിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ന്യൂനമർദ്ദം പ്രതീക്ഷിക്കുന്നതിനൊപ്പം ഇടുക്കിയിലെയും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും ജലനിരപ്പ് രാവിലെ കൃത്യമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അണക്കെട്ട് തുറക്കുന്നതിനുള്ള വളരെ പെട്ടെന്നുള്ള നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. KECB സംബന്ധിച്ച ശുപാർശ കത്ത് ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം അടിയന്തരമായി യോഗം വിളിക്കുകയും ഈ യോഗത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം 4 മണിയോടുകൂടി അണക്കെട്ട് തുറക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. എന്നാൽ പിന്നീട് മുല്ലപ്പെരിയാറിലെയും ഇടുക്കിയിലെയും ജലനിരപ്പ് താഴ്ന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ
നീങ്ങുന്നത്. ഒപ്പം ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം ഇടുക്കി ജില്ലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ജില്ലയുടെ ഒരു മേഖലകളിലും കാര്യമായി മഴ പെയ്യുന്നില്ല എന്ന വിവരവുമാണ് നൽകാൻ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് തിടുക്കപ്പെട്ട അണക്കെട്ടിലെ വെള്ളം ഒഴുക്കിക്കളയേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് KCB എത്തിയിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഇന്ന് വൈകുന്നേരം ഒരു അവലോകന യോഗം കൂടി ചേർന്ന ശേഷം വെള്ളം തുറന്നുവിടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവലോകന യോഗം ആരംഭിക്കും. ഇതിനുശേഷം എപ്പോൾ അണക്കെട്ട് തുറന്നുവിടണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ തീരുമാനം എടുക്കും. 2387.72 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. അതായത് 2397 എന്ന നിരപ്പിലേക്ക് എത്താൻ പോലും 10 അടിയുടെ വ്യത്യാസം കൂടിയുണ്ട്. 2397 എത്തിയാൽ മാത്രമാണ് ഒന്ന് തുറന്നുവിടേണ്ട ഒരു അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 131.5 അടിയായി വർദ്ധിച്ചിരുന്നു. ഇന്നലെ രാത്രി മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ 30 മില്ലിമീറ്റർ മഴ പെയ്യുകയും ചെയ്തിരുന്നു. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിലും അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും തമ്മിൽ ഉച്ചവരെ കാര്യമായ ഒരു അന്തരം നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അണക്കെട്ട് തുറന്നാൽ മാത്രമേ ഇടുക്കിയിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനിടയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിഗതികളെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം KCB കൈക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഒരാഴ്ച മുൻപ് മത്സ്യബന്ധനത്തിന് ശ്രീലങ്ക ഭാഗത്തേക്ക് പോയ 200ഓളം ബോട്ടുകളെക്കുറിച്ച് വിവരമില്ല. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം നിരീക്ഷണത്തിനായി പുറപ്പെട്ടു. കാലാവസ്ഥ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. 600ഓളം ബോട്ടുകളാണ് ഒരാഴ്ച മുമ്പ് കൊച്ചിയിൽ നിന്ന് ശ്രീലങ്കൻ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിനായി പോയത്. ഇവരിൽ 300 ബോട്ടുകൾ തിരിച്ചെത്തി. 100 എണ്ണം വിവിധ കേന്ദ്രങ്ങളിലെത്തുമെന്ന് നാട്ടിലുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 200 ബോട്ടുകളെക്കുറിച്ചാണ് ഇതുവരെയും വിവരം ലഭിക്കാത്തത്. ഇവരുടെ മൊബൈൽ ഫോണുകളും പ്രവർത്തനക്ഷമമല്ല. പരസ്പരം ബന്ധപ്പെടാനുള്ള ഉപാധികളിൽ ബോട്ടുകളിൽ ഉണ്ട്. എന്നാലും ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 1000-ലധികം തൊഴിലാളികൾ ബോട്ടുകളിലുണ്ട്. ഇവർക്കായി അടിയന്തരമായി നേവി തിരച്ചിൽ ആരംഭിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി നേതാവ് ചാൾസ് ജോർജ് ആവശ്യപ്പെട്ടു. വളരെ അടിയന്തരമായി നേവി ലക്ഷദ്വീപ് മുതൽ വടക്കോട്ട് നേവിയെ ഡിപ്ലോയ് ചെയ്യുകയും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ നങ്കൂരമിടുകയോ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യണം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഇനിയും കടലിൽ പോയാൽ നിയമപരമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഡ്രോണിയർ വിമാനം വെച്ചും മെസ്സേജ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാതരം അറിയിപ്പുകളും ഫിഷർമെന് നൽകിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. ഏതെങ്കിലും ഒരു തൊഴിലാളി ഇനിയും കടലിൽ നിന്ന് തിരിച്ചു വരാതെ ഉണ്ടെങ്കിൽ അത് നിയമപരമായി നടപടിയെടുക്കും. കന്യാകുമാരി സ്വദേശികളാണ് ബോട്ടുകളിലേറെയും. ബോട്ടുകളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തത് കടുത്ത ആശങ്കയാണ് തീരമേഖലയിൽ ഉണർത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. പമ്പ ഡാം തുറക്കുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചു. പൊഴിമുഖത്തിന്റെ മുഖപ്പിന്റെ വിസ്തീർണവും വർദ്ധിപ്പിക്കും. പ്രളയത്തിന് ശേഷം അടച്ച സ്പിൽവേയുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ന്യൂസ് 18 ഇംപാക്ട്. മണലടിഞ്ഞ് ആഴം കുറഞ്ഞ തോട്ടപ്പള്ളി സ്പിൽവേയിലും വീതി കുറഞ്ഞ പൊഴിമുഖത്തിലും പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുൻപ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവും സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതുമാണ് പൊഴിമുഖത്തിന്റെ വീതി കുറച്ചത്. മുൻപ് 330 മീറ്റർ വീതിയായിരുന്നു തോട്ടപ്പള്ളി പൊഴിമുഖത്തിനുണ്ടായിരുന്നത്. ഇരുകരകളിലും കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതോടെ വീതി 70 മീറ്ററായി ചുരുങ്ങി. ഒപ്പം കടലിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ട് കൂടിയായതോടെ മണലടിഞ്ഞ് ഒഴുക്ക് കുറഞ്ഞു. കക്കി, പമ്പ, ആനത്തോട് ഡാമുകൾ തുറന്നതും മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പും കൂടി കണക്കിലെടുത്താണ് അടിയന്തര നടപടി ആരംഭിച്ചത്. പൊഴിയുടെ വലിപ്പം വർദ്ധിപ്പിക്കാത്തത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 ആലപ്പുഴ. മല കയറാൻ സർക്കാർ. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിൽ പുതിയ വിശദീകരണവുമായി CPM. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ശബരിമലയിലെത്തിക്കാൻ പാർട്ടി ഇടപെടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് ജന്മഭൂമിയിൽ ലേഖനം വന്ന പശ്ചാത്തലത്തിൽ പത്രം ഇന്ന് വിശദീകരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. സ്ത്രീ പ്രവേശന വിവാദം സർക്കാരിനെതിരെ തിരിയുന്ന പശ്ചാത്തലത്തിലാണ് CPMന്റെ വിശദീകരണം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുപോകാൻ CPM ശ്രമിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിലൂടെ പറയുന്നു. നിയമപരമായി ലഭിച്ച സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാം.
എന്നാൽ പൊളിച്ചു കളയേണ്ട അനാചാരമാണ് ശബരിമലയിലെ സ്ത്രീ നിരോധനം എന്ന നിലപാട് കോടിയേരി ആവർത്തിക്കുകയും ചെയ്യുന്നു. സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്ന കോൺഗ്രസിനും BJPക്കും ലേഖനത്തിലൂടെ മറുപടിയുണ്ട്. കോൺഗ്രസ് കളം മാറ്റി ചവിട്ടുന്നു. സോണിയാഗാന്ധി വിധിയെ അംഗീകരിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം. BJPയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടാനാണ് ശ്രീധരൻപിള്ളയുടെ ശ്രമമെന്നും ദേശാഭിമാനിയിലെ ലേഖനം വിമർശിക്കുന്നു. അതേസമയം ജന്മഭൂമി നിലപാട് വിശദീകരിച്ച് ഇന്ന് കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. പ്രാദേശികമായി നിലനിൽക്കേണ്ട ആചാരങ്ങൾ ആദരിക്കപ്പെടണമെന്നാണ് ജന്മഭൂമിയുടെ പുതിയ നിലപാട്. സുപ്രീം കോടതി വിധി മാനിക്കപ്പെടേണ്ടതാണെങ്കിലും ആചാരക്രമങ്ങളെ ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്നും മാനേജിംഗ് എഡിറ്റർ KR ഉമാകാന്തൻ വ്യക്തമാക്കുന്നു. ഇന്നലെ പ്രസിദ്ധീകരിച്ച ലേഖനം വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനെതിരെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ്. DCCയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ ആചാര സംരക്ഷണ യജ്ഞം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പത്തനംതിട്ട DCC സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാല് വിറയ്ക്കുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ സ്ഥിതിയാണ് ആ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ ബോധപൂർവമായി വിശ്വാസികളുടെ വികാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനാണ് RSS ശ്രമം. അതിന്റെ ഭാഗമായാണ് BJPയും RSSും അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല വിമർശിച്ചു. വൈകിട്ട് 5 വരെയാണ് ഏകദിന ഉപവാസയജ്ഞം. പ്രതിഷേധ പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധി തിരക്കിട്ട് നടപ്പാക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് സർക്കാർ നടപടി. സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. നീതിപൂർവം നിർവഹിക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസവുമായി ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്ത് തന്നെയായിരുന്നു നടത്തേണ്ടിയിരുന്നത്. നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യവും ഭക്തജനങ്ങളുടെ വികാരവും ആ റിവ്യൂ പെറ്റീഷനിൽ കൂടി കൊടുപ്പിക്കണം. തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ വനിതാ പോലീസുകാർ സന്നിധാനത്തും ശബരിമലയിലും ഡ്യൂട്ടിയിലുണ്ടാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ജോലിയും വിശ്വാസവും രണ്ടാണെന്നും DGP പറഞ്ഞു. വനിതാ പോലീസിനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് DGP 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് വനിതാ പോലീസിനെ വിന്യസിക്കാനുള്ള തീരുമാനം. തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ ശബരിമലയിൽ വനിതാ പോലീസിന്റെ സേവനമുണ്ടാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. സേനയിൽ പുരുഷ സ്ത്രീ വ്യത്യാസമില്ല. ജോലിയും വിശ്വാസവും രണ്ടാണ്. ഹു ആർ പോലീസ് ഓഫീസേഴ്സ് അവർക്ക് നമുക്ക് സന്നിധാനത്തെ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. സോ ഞങ്ങൾ അത് ചെയ്യും. അതിലെ ഒരു സംശയമൊന്നുമില്ല. ഡിപ്ലോയ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ചുകൂടി പരിശീലനം ഒരു 15 ദിവസം കൊടുക്കാൻ പോകുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വനിതാ പോലീസിനെ ആവശ്യപ്പെട്ട് DGP കത്തയച്ചു. പരമാവധി 150 പേരെയാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കും DGP കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസിലെ 400 പേരെയാകും ആദ്യഘട്ടത്തിൽ വിന്യസിക്കുക. ശബരിമലയിൽ വനിതാ പോലീസിനെ നിയോഗിച്ചാൽ എതിർക്കുമെന്ന ശക്തമായ നിലപാടിലാണ് BJP. അതേസമയം സന്നിധാനത്തുൾപ്പെടെ വനിതാ പോലീസിനെ വിന്യസിക്കാനുള്ള പദ്ധതിക്കാണ് IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി രൂപം നൽകുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ NSSനെ പിന്തുണച്ച KM മാണി ഹർജി നൽകുവാനുള്ള തന്ത്രി കുടുംബത്തിന്റെയും NSSന്റെയും തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായും വിഷയത്തിൽ ഉടൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ മാണി ആവശ്യപ്പെട്ടു. ആചാരാനുഷ്ഠാനങ്ങളെ മാനിച്ചുകൊണ്ട് അത് സംരക്ഷിച്ചുകൊണ്ടും വേണം സുപ്രീം കോടതി ഇത് നടപ്പിലാക്കുവാൻ. ഇതാണ് ഞങ്ങളുടെ നിലപാട്. NSS ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിലും ശ്രമങ്ങൾക്കും കേരള കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ പ്രതികരണം. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളുണ്ട്. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം.
ഒരു വിഭാഗം സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ ആകില്ല. സ്ത്രീകൾ ജീവിതത്തിൽ തുല്യതയുള്ള പങ്കാളികളാകണമെന്നും ദീപക് മിശ്ര പറഞ്ഞു. The words spring up to life and we follow them, and therefore you cannot keep women away who belong to a particular religion. If you allow the man of a particular religion, allow the woman. A writer came up describing me as warrior of gender justice. If you accept it, it's well and good. I feel happy that I'm a warrior of gender justice. I think women are to be respected. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയുടെ വിധി അയ്യപ്പന്റെ വിജയമെന്ന് കമൽഹാസൻ. ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് സമ്മിറ്റിൽ ആയിരുന്നു കമൽഹാസന്റെ പ്രതികരണം. Ancestry, and his father is half a woman, Ardhanari, and his mother, who created him, was Vishnu turned to Mohini. So the woman quotient in Mr. Ayyappan's DNA is enormous. He would never look down on women. And if at all people are offended about this, I think it is not the victory of the court, law, or even the people. I think Ayyappan has won. He's got more audience now. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 9-ന്. വിമാനത്താവളത്തിന് കഴിഞ്ഞ ദിവസമാണ് DGCA എയറോഡ്രോം ലൈസൻസ് അനുവദിച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് ഉത്തര മലബാറിലെ വാണിജ്യ വ്യവസായ ലോകം വിമാന സർവീസിനെ ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര വ്യോമയാന ഭൂപടത്തിൽ ഇനി കണ്ണൂരും. ഡിസംബർ 9-ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന ഉത്തര മലബാറിന്റെ സ്വപ്നം പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. അത്യാധുനിക സൌകര്യങ്ങൾ ഒരുക്കിയാണ് വിമാനത്താവളം യാത്രക്കാരെ വരവേൽക്കുന്നത്. 2300 ഏക്കറുള്ള വിമാനത്താവളത്തിൽ 97,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ടെർമിനൽ ബിൽഡിംഗാണുള്ളത്. 24 ചെക്ക് ഇൻ കൌണ്ടറുകളും സെൽഫ് ബാഗേജ് ഡ്രോപ്പ് കൌണ്ടറുകളും സെൽഫ് ചെക്കിംഗ് മെഷീനുകളും സജ്ജമായി കഴിഞ്ഞു. 32 ഇമിഗ്രേഷൻ കൌണ്ടറുകൾ, 4 വിസ കൌണ്ടറുകൾ, 16 കസ്റ്റംസ് കൌണ്ടറുകൾ, 6 എയറോ ബ്രിഡ്ജുകൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ബോയിംഗ് 777 പോലുള്ള വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാർ. 20 വിമാനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. വാഹന പാർക്കിങ്ങിന് വിശാലമായ സൌകര്യമുണ്ട്. 1 ലക്ഷത്തിലധികം ചതുരശ്ര അടിയുള്ള അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. വിമാനത്താവളത്തിനകത്ത് തന്നെ മികച്ച സൌകര്യമുള്ള ഹോട്ടലും ഒരുക്കിയിട്ടുണ്ട്. 11 അന്താരാഷ്ട്ര കമ്പനികളും 6 ആഭ്യന്തര കമ്പനികളും ഇവിടെ നിന്ന് സർവീസ് നടത്താൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഉത്തര മലബാറിന്റെ വികസനക്കുതിപ്പിന് പുതിയ ഊർജ്ജം നൽകും കണ്ണൂർ വിമാനത്താവളം. ക്യാമറമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കെവിൻ കേസിൽ കോട്ടയം സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും വിചാരണ നടത്തണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിച്ചു. കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രേണുക, കേരളം ഏറെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു കെവിൻ കൊലപാതകം. മെയ് മാസം 27-ാം തീയതിയാണ് കോട്ടയം സ്വദേശിയായ കെവിനെ ദുരഭിമാനത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം കൊല്ലം ചാലിയേക്കര പുഴയിൽ മൃതദേഹം തള്ളുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെവിൻ പ്രണയിച്ചിരുന്ന നീനുവിൻ്റെ പിതാവ് ചാക്കോ, ഒപ്പം സഹോദരൻ ഷാനു എന്നിവരെ ഉൾപ്പെടെ 7 പേരെ പ്രതിയേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം സെഷൻസ് കോടതിയിലാണ് വിചാരണ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊരു ദുരഭിമാന കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനും എല്ലാ ദിവസവും വിചാരണ നടപടികൾ നടക്കുവാനും വേണ്ടിയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംഭവം കേരളത്തിനെ പിടിച്ചുലക്കിയ ഒരു സംഭവമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ദുരഭിമാന കൊലപാതകമായിരുന്നു കെവിൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ഏറെ ചർച്ച ചെയ്ത വിഷയവുമാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം ആരംഭിച്ചിരിക്കുന്നത്, വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായി രൂപയുടെ മൂല്യം 74 കടന്നു. 74 രൂപ 12 പൈസയിലാണ് രൂപ ഇന്ന് വീണത്. ഓഹരി വിപണികളും കുപ്പുകുത്തി. പലിശ നിരക്കുകൾ മാറ്റേണ്ടെന്ന റിസർവ് ബാങ്ക് തീരുമാനമാണ് ഓഹരികളെ ഉലച്ചത്. 3 ദിവസം കൊണ്ട് സെൻസെക്സിൽ 2000 പോയിന്റാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ 2 ദിവസവും തകർന്നടിഞ്ഞ ഓഹരി വിപണിയിൽ ഇന്നുണ്ടായിരുന്ന പ്രതീക്ഷ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗമായിരുന്നു. വിപണിയിലേക്ക് കൂടുതൽ പണമെത്തിക്കാനും രൂപയുടെ മൂല്യത്തകർച്ച തടയാനും നടപടിയുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. രണ്ടുമുണ്ടായില്ല. പലിശ നിരക്ക് റിസർവ് ബാങ്ക് മാറ്റിയതുമില്ല.
ആഗോള സാഹചര്യങ്ങളാണ് രൂപയെയും ആഭ്യന്തര വിപണിയെയും ഉലയ്ക്കുന്നതെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ. സെൻസെക്സിൽ 3 ദിവസം കൊണ്ട് 1800 പോയിന്റാണ് ഇടിഞ്ഞത്. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഓഹരികളിലായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നിവയുടെ ഓഹരികളിൽ 20% വരെ ഇടിവുണ്ടായി. കമ്പനികൾ ഇന്ധനത്തിന് 1 രൂപ വീതം കുറയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് വിറ്റൊഴിക്കലിന് കാരണം. ഡോളർ വിനിമയത്തിൽ രൂപയും നഷ്ടത്തിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BSP സഖ്യത്തിനുള്ള വാതിലുകൾ അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ മറികടന്ന് റഷ്യയുമായി സൈനിക സഹകരണം ശക്തമാക്കി ഇന്ത്യ. റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു. 39,000 കോടി രൂപയ്ക്ക് 5S-400 മിസൈൽ സംവിധാനമാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യ റഷ്യ ബിസിനസ് മീറ്റിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് പുടിൻ റഷ്യയിലേക്ക് മടങ്ങും. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം 2 പേർക്ക്. ഡോക്ടർ ഡെനിസ് മക്വേജ്, നദിയ മുറാദ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. യുദ്ധങ്ങളുടെ മറവിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കിരയായവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. ISL വാർത്തകൾ. ISL 5ാം സീസണിൽ സ്വന്തം ഗ്രൗണ്ടിലെ ആദ്യ മത്സരം വിജയത്തോടെ തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട. മഴ ഭീഷണിയുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തിലാണ്. കൊച്ചിയിൽ നിന്ന് SS ശരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചിയുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ തുടർച്ച ലക്ഷ്യമിട്ട് ഇറങ്ങുമ്പോൾ ഗാലറിക്ക് പുറത്തും വലിയ രീതിയിലുള്ള ആവേശമാണുള്ളത്. ഇപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. മലപ്പുറത്ത് നിന്നുള്ള ആരാധകർ ഇവിടെ ആവേശത്തിൽ പങ്കുചേരുന്ന ഒരു കാഴ്ച. ഏതായാലും ഇവർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവരുടെ തന്നെ നമുക്ക് ചോദിക്കാം, ബ്ലാസ്റ്റേഴ്സ് ഉറപ്പാണോ എന്ന്? ഈ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ചാണ് എത്തുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആവേശത്തിലാണ് അടുത്തൊരു മത്സരത്തിനായി വെയിറ്റ് ചെയ്യുമ്പോൾ? പുതിയതായി 2 സ്ട്രൈക്കേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രൈക്കേഴ്സ് വഴി വിജയം ഉറപ്പാക്കുന്നുള്ള പ്രതീക്ഷ. തീർച്ചയായും നല്ല ഒരുപാട് നല്ല പ്ലേയേഴ്സിനാണ് ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറി കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ജയിച്ചിരിക്കുന്നു മാത്രമല്ല 3 ഗോളിനെങ്കിലും ചുരുങ്ങിയത് ഞങ്ങൾ ലീഡിൽ ജയിച്ചിരിക്കും. ഇവർ സൂചിപ്പിക്കും പോലെ തന്നെ ആവേശത്തിന് തെല്ലും കുറവില്ല. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആവേശം തെല്ലും കുറവില്ലാതെ തന്നെ തുടരുകയാണ്. ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്നും ആദ്യത്തെ ഹോം മാച്ചിൽ ഉറപ്പായും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ